നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രസീലിയൻ സൂപ്പർ താരമായ ഡാനി ആൽവസ് നിലവിൽ സ്പെയിനിലെ ജയിലിലാണ് ഉള്ളത്. അതായത് 2021 ഡിസംബർ മാസത്തിൽ ബാഴ്സലോണയിലെ ഒരു നൈറ്റ് ക്ലബ്ബിൽ ഒരു സ്ത്രീയെ ഡാനി ആൽവസ് ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നു. ഇതിൽ താരം കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിരുന്നു. അങ്ങനെയാണ് ഡാനി ആൽവസ് ഇപ്പോൾ ജയിലിൽ തുടരുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാര്യ ഡാനി ആൽവസിനെ ഡിവോഴ്സ് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോഴും കോടതിയിൽ തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡാനി ആൽവസിന്റെ ബാങ്ക് അക്കൗണ്ടുകളും മറ്റുള്ള സ്വത്തുക്കളും കോടതി മരവിപ്പിച്ചിരുന്നു. ഇത് ഈ ബ്രസീലിയൻ താരത്തെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കി. മാത്രമല്ല, ഈ ലൈംഗിക അതിക്രമ കേസിൽ 1,50,000 യൂറോ പിഴയായിക്കൊണ്ട് അടക്കാനും കോടതി വിധിച്ചിരുന്നു. തന്റെ സ്വത്തുക്കളെല്ലാം മരവിപ്പിച്ചത് കൊണ്ട് തന്നെ ഇത് അടക്കാൻ ഡാനി ആൽവസിന് സാധിച്ചിരുന്നില്ല. ഇപ്പോഴിതാ ഡാനിയുടെ സഹതാരമായിരുന്ന നെയ്മർ ജൂനിയർ അദ്ദേഹത്തിന് സഹായം നൽകിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ഫൈൻ നെയ്മർ ജൂനിയർ അടച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. അതായത് 1,50,000 യൂറോ നെയ്മർ ജൂനിയർ ഡാനി ആൽവസിന് നൽകുകയായിരുന്നു. ബ്രസീലിയൻ മാധ്യമമായ UOL ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ നഷ്ടപരിഹാര തുക നൽകിയത് ഡാനിക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. എന്തെന്നാൽ അദ്ദേഹത്തിന്റെ ശിക്ഷയിൽ ഇളവ് വന്നേക്കും. മാത്രമല്ല, നെയ്മർ ജൂനിയർ വക്കീലിന്റെ കാര്യത്തിലും ഡാനി ആൽവസിന് സഹായങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ളത് ബ്രസീലിയൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഡാനി ആൽവസ് കുറ്റക്കാരനാണ് എന്ന് വിധിക്കപ്പെട്ടാൽ 9 വർഷത്തോളം അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വരുമെന്നാണ് ചില റിപ്പോർട്ടുകൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.